നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് നമ്മോടൊപ്പം ഉള്ളത്. പക്ഷെ 110 സീറ്റാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അത് കുറച്ച് കൂടുതലല്ലേ? ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേടാനാവശ്യമായ ഒരു പശ്ചാത്തലം ഒരുക്കുകയല്ലേ കിട്ടോ? അപ്പോൾ അത് ഉറപ്പല്ലേ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം ഉറപ്പാണ്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ വെച്ചിട്ടാണ് പറയുന്നത്. തിരിച്ചടി എന്ന് പറയുന്നത് 4 കോർപ്പറേഷനുകൾ UDF ആണ് ഭരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു. ഒരു കോർപ്പറേഷനിലേക്ക് LDF ഒതുങ്ങിപ്പോയി. ജില്ലാ പഞ്ചായത്തുകൾ പകുതി UDF പിടിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ ഭൂരിപക്ഷം UDF ആണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് 110ലേക്കൊക്കെ വരിക? അതെല്ലാം മാറിക്കോളും, സംഭവം എല്ലാം മാറും. കേരളത്തിൽ ഇലക്ഷൻ്റെ പാറ്റേൺ പരിശോധിച്ചാൽ 3-3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള പാറ്റേൺ വേറെയാണ്. അത് ചിലപ്പോൾ ജയിക്കും, നല്ലപോലെ ജയിക്കും, ചിലപ്പോൾ നല്ലപോലെ തോക്കുകയും ചെയ്യും. തോറ്റിട്ടുണ്ട്, അനുഭവമുണ്ട് നമ്മുടെ മുമ്പിൽ. 2010 പിന്നെ 2015 നല്ലപോലെ ജയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള അനുഭവമുണ്ട്. 20 ഉണ്ട്. ഇപ്പോൾ നമ്മുടെ 25 അനുഭവം അത്രത്തോളം മെച്ചപ്പെട്ട ഒന്നല്ല. പരാജയം അപ്രതീക്ഷിതമായിട്ട് തന്നെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഫോളോ ചെയ്ത ഒരു പ്രിൻസിപ്പിൾ എന്നത് 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കുക എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മുതിർന്ന നേതാക്കൾക്കടക്കം അത് ബാധകമാക്കി. ഇത്തവണ ആ കാര്യത്തിൽ ശാഠ്യമുണ്ടോ? അത് ഞങ്ങൾ ഇപ്രാവശ്യം എന്താണ് ക്രൈറ്റീരിയ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞില്ല. സിറ്റിംഗ് MLA വീണ്ടും മത്സരിക്കാം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആരൊക്കെയാവണം എന്നുൾപ്പെടെയുള്ള കാര്യം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പിന്നെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ അടിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ, അതിലൊന്നും കാര്യമില്ല. അല്ല, ഇതൊരു ഡു ഓർ ഡൈ ബാറ്റിലാണല്ലോ. അപ്പോൾ മണ്ഡലം നിലനിർത്താൻ അനിവാര്യമായ സാന്നിധ്യമാണെങ്കിൽ 2 തവണ മത്സരിച്ചവരും 2 തവണ MLA ആയവരും വീണ്ടും മത്സരിക്കാം. തീരുമാനിച്ചിട്ടില്ല, ഞാൻ സാധ്യത പറയാണ്. അല്ല, സാധ്യത അതിനെപ്പറ്റി ഇപ്പം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചർച്ച ചെയ്യണം. പിന്നെ എന്തിനാണ് വെറുതെ സാധ്യതയെ പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യം? പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കുമോ തെരഞ്ഞെടുപ്പ്? ഒരു സംശയമില്ല, അക്കാര്യത്തിന് ആയിക്കതർക്കുള്ളത് ക്യാപ്റ്റൻ പിണറായി ആയിരിക്കും. അപ്പോൾ 3ാം പിണറായി സർക്കാരിന് വേണ്ടിയിട്ടാണ് ജനവിധി. അതിപ്പോൾ പറയണ്ടില്ല, അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ തീരുമാനിക്കും. തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ പിണറായി ആയിരിക്കും, ഓരോ സംശയമില്ല. മാഷത്തവണ മത്സരിക്കുന്നുണ്ട്? ഞാൻ മത്സരിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യത്തിൽ തീരുമാനമായി. അതിലിപ്പോൾ പൊതുധാരണ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല, അത് ഉറപ്പല്ലേ. ഞാൻ മന്ത്രിയായിരുന്ന സ്ഥാനത്ത് മാറിയിട്ട് പാർട്ടി സെക്രട്ടറി ആയതല്ലേ. പിന്നെ മത്സരിക്കണമെങ്കിൽ പിന്നെ അന്നേരം തന്നെ തളിപ്പറമ്പിലെങ്കിലും പുതിയ സ്ഥാനാർത്ഥി വരും. നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷങ്ങൾ ഏകോപിതമായി UDFന് വോട്ട് ചെയ്യുന്നത്, അത് ക്രിസ്ത്യൻ മേഖലയിലാവട്ടെ മുസ്ലിം മേഖലയിലാവട്ടെ കാണുന്നുണ്ട്. അതിനെ റിവേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ട്രെൻഡ് മാറ്റാൻ നിങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്നില്ല? ആ കാര്യം പറയുന്നത് ശരിയില്ല. അങ്ങനെയാണെങ്കിൽ ഏകീകരമായെങ്കിൽ മലപ്പുറം ജില്ലയിൽ എങ്ങനെ ഞങ്ങൾക്ക് 10 ലക്ഷം വോട്ട് കിട്ടുക? മലപ്പുറത്തെ ദയനീയ പ്രകടനമാണ്. ദയനീയ പ്രകടനം തന്നെ, പക്ഷെ 10 ലക്ഷം വോട്ട് കിട്ടിയല്ലോ. അതെവിടുന്ന് കിട്ടുന്ന ഏകീകരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. ഭൂരിപക്ഷം. അപ്പോൾ ഏകീകരണം എന്ന് പറയണ്ട, ബഹുഭൂരിപക്ഷമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളതിൽ കണ്ട ഒറ്റ കാര്യം ഇതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPMന് രാഷ്ട്രീയ അടിത്തറയും സംഘടനാപരമായ ശേഷിയും കഴിവുമുള്ള മേഖലയിലെല്ലാം ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിമിൻ്റെയും ന്യൂനപക്ഷം എന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെയും പൊതുവെയുള്ള വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ. അതുകൂടി കിട്ടിയത് കൊണ്ടാണ് ഏതാണ്ട് 40% വോട്ട് കിട്ടിയത്. ഇപ്രാവശ്യം നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 40% വോട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ 2 ടേമായിട്ട് 10ാമത്തെ വർഷമാണ് ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുമല്ലോ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം പരമ്പരാഗതമായി ഉണ്ടാവുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു ഭരണവിരുദ്ധ വികാരവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല. അങ്ങനെ സാധ്യമാവോ? 2 തവണ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി ഉണ്ടാവില്ലേ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ സംസ്ഥാനത്ത് കടുത്ത സാമുദായിക ധ്രുവീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല വിഷയങ്ങളുടെ പേരിൽ. അങ്ങനെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ അത് തടഞ്ഞു നിർത്തുന്നതിന് പകരം അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന വിധത്തിലാണോ പല ഇടത് നേതാക്കളുടെയും പ്രസ്താവനകൾ? അതൊക്കെ ശുദ്ധ അസംബന്ധം പറയുന്നതാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജാതി ധ്രുവീകരണവും മതധ്രുവീകരണവും സംഘടിതമായിട്ട് ജീർണമായ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നടന്നുകൊണ്ടിരിക്കുന്നതിന് വെള്ളം പൂശാനാണ്
മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും വീണ് കിട്ടിയ പദം ഉപയോഗിച്ചിട്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷമല്ലാതെ വേറെ ആരാ ഈ മതധ്രുവീകരണത്തിനെതിരായിട്ടും ഈ പറയുന്ന തെറ്റായ നിലപാടുകൾക്കെതിരായിട്ട് പൊരുതാനുള്ളത്? വേറെ ഏത് ശക്തിയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ? അങ്ങനെയുള്ള പദങ്ങൾ പോലും ഇട്ടുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പദങ്ങൾ ഇട്ട് കൊടുക്കണമെന്ന് അതാ ഞാൻ പറഞ്ഞു. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം വെച്ചുകൊണ്ട് അതാണ് പർവ്വതീകരിച്ച് ഈ പാർട്ടി അങ്ങനെയാണെന്ന് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ അസംബന്ധമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തെറ്റായ നിലപാടാണ്. ഇപ്പോൾ മാറാട് കലാപം കഴിഞ്ഞിട്ട് 24 വർഷമായി. ഈ തെരഞ്ഞെടുപ്പിൽ മാറാട് കലാപത്തിന് സാധാരണ നിലയിൽ ഒരു പ്രസക്തിയില്ല. പക്ഷേ മാറാട് കലാപം ഉണ്ടാകും UDF വന്നാലെന്ന് പറയാണ്. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, പിന്നെ AK ബാലൻ പറഞ്ഞു. മാറാട് കലാപം എന്ന് പറയുന്നത് ഓർമ്മിക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയമാണ് ഞാൻ ചോദിക്കുന്നത്. മാറാട് കലാപം എന്ന് പറയുന്ന പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, ഇപ്പൊ എന്തിനാണ് പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് അതായത് ഇടതുപക്ഷത്തിന് എന്താ പ്രശ്നം? ഇപ്പോൾ മാറാട് 2001 നടന്നല്ലോ. മാറാട് കലാപം നടത്തുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ആര് ഭരിക്കുന്നത്? അത് UDFന്റേതാണ്. ആ കലാപത്തിന്റെ മുഖ്യ ആസൂത്രകരായിട്ട് നിന്നുകൊണ്ടിരുന്നത് ആരൊക്കെയായിരുന്നു? എല്ലാം വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണല്ലോ. ഭരണകക്ഷിയായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് ആ കലാപം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിശക്തിയായ രീതിയിലുള്ള കലാപമാണ്, വർഗീയ ധ്രുവീകരണമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോൾ ഓർമ്മിച്ചു പോയാൽ അതാണ് വലിയ വാതകം എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത ശക്തികളെയാണ്. മാറാട് കലാപം കഴിഞ്ഞിട്ട് എത്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു? 2006, 2010, 2011, അന്നൊന്നും പറയാതെ കുഴപ്പമൊന്നും അന്ന് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും എന്തായാലും കുഴപ്പമില്ലാത്തത്. അതായത് മാറാട് രണ്ടാം മാറാട് കലാപത്തിൽ ഒന്നാം മാറാട് കലാപവും രണ്ടാം മാറാട് കലാപവും രണ്ടും നടത്തിയത് അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ആ കാലത്തുണ്ടായിട്ടുള്ള ഈ കലാപത്തിൻ്റെ വാസനയെ ഇപ്പോഴേ അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയാൽ ഉടനെ കലാപം നടത്തിയവർക്ക് പരിരക്ഷയും കലാപം നടന്നുപോയി എന്ന് പറയുന്നവർക്ക് വമ്പിച്ച രീതിയിലുള്ള കടന്നാക്രമണത്തിന് വിധേയമാവുന്ന അവസ്ഥയും എന്തിനു വേണ്ടി ഉണ്ടാക്കണം? അതെന്തിനാണ്? ഞാനതാ ചോദിക്കുന്നത്. അതൊരു മാറാട് കലാപം എന്തുകൊണ്ടാണ് മുഖ്യ ചർച്ചയാവുന്നത്? പക്ഷെ അതെനിക്ക് മനസ്സിലാവുന്നില്ലേ. ആവട്ടെ, അതും കൂടി ചർച്ച ആയിക്കോട്ടെ. അപ്പോൾ UDF വന്നാൽ മാറാട് കലാപം ഉണ്ടാവും എന്നുള്ളതാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം? കലാപം ഓർക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി മാറാട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് അവരുണ്ടാക്കും. UDFന്റെ പണിയല്ലേ അത്? അവരല്ലേ ഉണ്ടാക്കിയത്? ഞങ്ങളുടെ കാലത്ത് ഒരു കലാപം ഉണ്ടായില്ലല്ലോ ഇവിടെ. ഇപ്പൊ 10 കൊല്ലമായല്ലോ, ഒരു കലാപം ഉണ്ടായില്ലല്ലോ ഇവിടെ. അതാ കാര്യം, അതാ ഗ്യാരണ്ടി. LDFന്റെ കാലത്ത് ഇത്തരത്തിലുള്ള കലാപം ഉണ്ടാവില്ല. UDFന്റെ കാലത്ത് ഇമാതിലുള്ള കലാപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അല്ല, മാറാട് കലാപം അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ വേജാറാകുന്നതാണ്? മാറാട് കലാപം എന്ന് ചർച്ച ഭയങ്കര ചർച്ചയല്ലേ എല്ലാ ചാനലിലും കയറി ഇരുന്നിട്ട്? അല്ല, ഇതൊരു ഭൂരിപക്ഷം ഭയങ്കര അട്ടഹാസം കൊടുക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട്, അതുപോലെ തന്നെ പാർട്ടിക്കെതിരായിട്ട്, പാർട്ടി നേതാക്കൾക്കെതിരായിട്ട്. കലാപം നടത്തിയവന് സുരക്ഷ, എന്നിട്ട് കലാപം നടത്തിയതിനെ പറ്റി പറഞ്ഞവന് ഭയങ്കര ശിക്ഷ. അല്ല, ഇതിൽ ന്യായമില്ലെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഭൂരിപക്ഷ വോട്ട് ഏകീകരണത്തിനാണ് CPM ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ആരോപണം. ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എല്ലാം കണക്കാണ് കേരളത്തിൽ. അല്ല, മാറാട് കലാപം പറയുന്നത് ഏതാണ്ട് പകുതി ന്യൂനപക്ഷവും പകുതി ഭൂരിപക്ഷവും ഉള്ള. അപ്പൊ ഭൂരിപക്ഷം ഒന്നും ഇല്ല ഇവിടെ. അപ്പൊ പിന്നെ ഭൂരിപക്ഷ ഏകീകരണത്തിന്റെ കാര്യമില്ലല്ലോ. ഭൂരിപക്ഷ ഏകീകരണത്തിന്റെ കാര്യമില്ല, ന്യൂനപക്ഷ ഏകീകരണത്തിന്റെ കാര്യമില്ല. കലാപത്തിനായി മാറാട് കലാപത്തിന്റെ കാര്യം ആദ്യം എടുത്തിട്ട് ആരാ? വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ പറയുന്നത് അത് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഞാൻ ചോദിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ മാറാട് കലാപത്തിന്റെ കാര്യം പറയുന്നു. എന്താ പറഞ്ഞു? CPM നേതാക്കൾ അതിനെ പിന്തുണയ്ക്കും. അല്ല, നിങ്ങൾ എടുത്തിട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹമാണ് UDF അധികാരത്തിൽ വന്നാൽ മാറാട് കലാപം ഉണ്ടാവും ആദ്യം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണ്. വർഗീയ കലാപം ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു വിശദീകരണം നൽകിയെന്ന് കണ്ടാൽ മതി. ഞാൻ പറയുന്നത് എന്താ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നം? അത് നിങ്ങൾ എന്താ ഓർമ്മിപ്പിക്കാൻ തന്നെ ഓർക്കാൻ തന്നെ പ്രയാസപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അല്ല, കേരളത്തിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഓർക്കാൻ തന്നെ അതിന് പല ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ല. UDF ഒരു മുസ്ലിം മുന്നണിയാണ്. UDF വന്നാൽ ഇവിടെ ഹിന്ദു കൂട്ടക്കൊല ഉണ്ടാവുന്നല്ലേ പറഞ്ഞു വെക്കുന്നത്. ആനുഷംഗികമായി കൂട്ടക്കൊല മാത്രമല്ല, 2 കൂട്ടക്കൊല നടന്നിട്ടുണ്ടല്ലോ. അല്ല, ആദ്യത്തേത് പരസ്പരമുള്ള ഏറ്റുമുട്ടൽ. മാറാട് കലാപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് രണ്ടാം മാറാട് സംഭവത്തെ. ഒന്നാം സംഭവവും രണ്ടാം സംഭവവും രണ്ടും അപലപിക്കേണ്ടതാണ്. ഞങ്ങളതിൽ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. അത് പറയുമ്പോൾ മുസ്ലിമിനെതിരായിട്ടോ ഹിന്ദുവിനെതിരായിട്ടോ അല്ല. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്തൊക്കെ പറയാം? ഭരണം പറയാം, പെൻഷൻ പറയാം, മറ്റു പല കാര്യങ്ങളും പറയും. ഈ കലാപത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണോ വോട്ട് പിടിക്കേണ്ടത് എന്നുള്ളതാണ്. ഞങ്ങൾ ആരെങ്കിലും വോട്ട് പിടിക്കാൻ പുറപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോഴും വന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു പോയിട്ടുണ്ടെന്നല്ലേ അപ്പുറത്തെന്തായി കാണേണ്ടതിൻ്റെ അകത്ത്? വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അതിര് കടന്ന സൗഹൃദം വിലയാവുമെന്നുള്ള ഒരു വിലയിരുത്തൽ മറ്റു പല ആളുകൾക്കുണ്ട്. പാർട്ടിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിലയിരുത്തൽ ഇല്ലാത്തത്? പാർട്ടി വളരെ വ്യക്തമായിട്ട് വിശകലനം ചെയ്തിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള
വെള്ളാപ്പള്ളി നടേശൻ്റെ എല്ലാ നിലപാടിനോടും ഞങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നിലപാടുണ്ടോ? അദ്ദേഹത്തിനുണ്ട്. ആ നിലപാടൊന്നും ഇല്ലാണ്ടില്ല, ആ നിലപാടുണ്ട്. എന്നാൽ അതല്ലാത്ത ഒരു പരാമർശത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് യോജിച്ചിട്ടില്ല, ഇനി യോജിക്കൂല. ഇത് രണ്ടും എങ്ങനെ വേർതിരിച്ചറിയും? അത് വേർതിരിക്കാനെന്ന് പറയും. നിങ്ങൾ ഓരോന്നും എടുത്തു വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മലപ്പുറത്ത് മുസ്ലിമിനെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, അത് മറ്റുള്ളവർക്ക് ശ്വാസം വിടാൻ പറ്റില്ല എന്ന് വരെ പറഞ്ഞു. നിങ്ങൾ വർഗീയവൽക്കരിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമല്ലേ അതിനോട് യോജിപ്പില്ലാന്ന്. ഞങ്ങൾക്ക് തർക്കമുള്ളത്. അപ്പൊ അതിനെ ശക്തമായി തള്ളി പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ഇനിയും വന്നാൽ ഇനിയും പറയും. ഇന്നലെ വളരെ രൂക്ഷമായി, ഇന്നലെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് വളരെ രൂക്ഷമായ നിലപാടുകൾ പിണറായി വിജയനാണെങ്കിലും വി എസ് അച്യുതാനന്ദനാണെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ട്. തുഗാഡിയ എന്ന് വിളിച്ചിട്ടുണ്ട് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ. അതൊക്കെ അതിലായിപ്പോ അത് പറയുന്നു. വി എസ് അച്യുതാനന്ദൻ അതിനേക്കാൾ മറുപടി കലാമം പറയാൻ പാടില്ല, തുഗാഡിയ എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യം എന്നുള്ളത് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ വളരെ അവസരവാദപരമായ നിലപാടാണ് നിങ്ങൾ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വളരെ മൃദുവായി വെള്ളാപ്പള്ളി നടേശനെ പൊതിഞ്ഞു പിടിക്കുകയാണ് അല്ലേ? വെള്ളാപ്പള്ളി നടേശനെ വളരെ മൃദുവായി തലോടുകയാണ്. ഒന്നുമില്ല, ഒരു തലോട് ഉള്ളതുപോലെ കണ്ടാൽ മതി. തലോടലുമില്ല, മർദ്ദിക്കലുമില്ല. വെള്ളാപ്പള്ളി നടേശൻ 2016 NDAയുടെ മുഖ്യ പ്രചാരകനായിരുന്നു. ഹെലികോപ്റ്ററിലൊക്കെ പറന്നാണ് അദ്ദേഹം പ്രചരണം നയിക്കാൻ പോയത്. 2016. 2026 LDFന്റെ ഒരു ബിംബമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ വരുമോ? പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണയുമില്ല. അദ്ദേഹം എടുക്കുന്ന നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുള്ളൂ. വെള്ളാപ്പള്ളി LDF ഇപ്പോഴ് വെള്ളാപ്പള്ളി LDFന്റെ ഒരു എന്ത് നിലപാട് അദ്ദേഹം പ്രചരണം ഞാൻ നയിക്കാന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണോ? എങ്ങനെ LDFന്റെ പ്രചരണം ഞാനും നയിക്കാന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ അത് ഓക്കെയാണോ? ഓക്കെ അല്ലല്ലോ, അത് LDF അല്ലല്ലോ. അങ്ങനെ ആരെങ്കിലും വിശുദ്ധ അസംബന്ധം പറയുമോ? അല്ല, അദ്ദേഹം NDAയുടെ പ്രചരണം നയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അവരോട് ചോദിക്കണം. ഇപ്പൊ അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് LDFന്റെ പ്രചരണം നയിക്കാൻ ഇവരാരുമില്ല, അത് ഞങ്ങളെ നയിച്ചോളൂ. വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ ഓക്കെയാണ്. ആരെ പിന്തുണയും ഞങ്ങൾക്ക് ഓക്കെയാണ്. വർഗീയവാദികളും അതുപോലെ തന്നെ ഈ പറയുന്ന ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നവർ ഒഴിച്ചു ബാക്കി എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരന്തരമായി ന്യൂനപക്ഷത്തെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷത്തെ അല്ല, അതിൽ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്, വർഗീയമായ പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ വേർതിരിവോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. വർഗീയമായ രീതിയിൽ കാണുന്ന ഒരു പരാമർശത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആര് പറഞ്ഞാലും യാതൊരു തരത്തിലുള്ള മമതിയുമില്ല. അത് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ. അല്ല, അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു രാഷ്ട്രീയ കക്ഷിയെക്കുറിച്ചാണ്, ഞാൻ വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയുന്നില്ല എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ എൻഡോഴ്സ് ചെയ്യാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നവോത്ഥാന മുന്നണിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം ഉണ്ട്, അതിൻ്റെ അകത്തുണ്ട്, അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരാളാണ് അദ്ദേഹം. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മതനിരപേക്ഷ ധാരണയോടുകൂടി പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. അങ്ങനെ അല്ലാതെ കാര്യങ്ങളൊന്നും യോജിപ്പില്ല. പിന്നെ വെറുതെ അതിന്റെ മേലെ കയറിയിട്ട് ചൊറയേണ്ട കാര്യമില്ല. അല്ല, വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന മൂല്യമുള്ള എന്തെങ്കിലും കാര്യം ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ? നവോത്ഥാന മൂല്യമുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്നതിനൊപ്പം തന്നെ അതല്ലാതെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കാര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ആ കാര്യവുമായി ബന്ധപ്പെട്ടതിനെ മാത്രമേ നമ്മൾ അംഗീകരിക്കുന്നു. അത്രയും പറ്റുള്ള കാര്യം. ഇതിലൊന്നും വേറെ സങ്കീർണത നിങ്ങൾ കുറെ ആളിങ്ങനെ ഉണ്ടാക്കാൻ പോലും ബോധ്യപ്പെടുന്നില്ല കേട്ടോ. ആർക്ക് ബോധ്യപ്പെടുന്നു ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ പറയുന്നുണ്ട്. CPI രണ്ടാമത്തെ വലിയ ഘടകം. അതാണ് ഞാൻ പറഞ്ഞത്. CPIക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ ഇവിടെ പ്രശ്നം. അപ്പൊ കൂടെ CPIക്ക് പോലും ബോധ്യപ്പെടാതെ ജനങ്ങൾക്ക് CPIക്ക് ബോധ്യപ്പെടാതെ അവർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ബോധ്യപ്പെടാതെ ഒന്നുമില്ല പറഞ്ഞു ബോധ്യപ്പെടാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, CPI തന്നെ പറഞ്ഞു. കുമാരനാശാൻ ഇരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ആയിക്കോട്ടെ, അത് അദ്ദേഹം അതിന് ശേഷം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തിരുത്തി പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിലും ഏതെങ്കിലും തിരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ CPM തമ്മിൽ ഒരു ധാരണയിൽ ഒരു തർക്കമില്ല. ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. ഈ തർക്കം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാലും ആ തർക്കം ഉണ്ടാവില്ല. ഈ ബിനോയ് വിശ്വം പറഞ്ഞൊരു വാചകം, ഞാനായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാനല്ലല്ലോ എന്ന് പറഞ്ഞല്ലോ, അത് മറുപടി കേട്ടില്ലേ? മാഷാണെങ്കിൽ കാറിൽ കയറ്റുമോ? ഞാനൊരു വെള്ളാപ്പള്ളി നടേശനെ കാറിൽ. ഞാൻ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം ചർച്ചയിൽ. അതായത് സാങ്കല്പിക ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാങ്കല്പിക ഉത്തരവും അത് ഞാൻ പറയുന്നില്ല. അത് ഞാൻ മണ്ടേ പറഞ്ഞാണ്.
സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം പറയാൻ ഞാനില്ല. അപ്പൊ ആ ചോദ്യത്തിന് ആ ചോദ്യം വിടുകയാണ്. പ്രസക്തിയില്ലാതെ ചോദ്യം, വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക. ശരി, കാര്യമില്ലാതെ ചോദ്യം ചോദിക്കുക. ഇപ്പൊ ജമാഅത്തെ ഇതെല്ലാം കാണിക്കുമോ നിങ്ങൾ? ഇതൊക്കെ കാണിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു ചെറിയ രാഷ്ട്രീയ വിഭാഗമാണല്ലോ, വലിയ പിന്തുണയൊന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കേന്ദ്ര സ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്രമണത്തിന് പിന്നിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? വളരെ വ്യക്തമായ ലക്ഷ്യമാണ്. ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി ലീഗുമായി ചേർന്ന് കോൺഗ്രസുമായി ചേർന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ സംഹിതയെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണമാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുന്നത്. ഇപ്പൊ UDF അധികാരത്തിൽ വന്നാൽ ആരാ ആഭ്യന്തരമന്ത്രിയാവുക? കോൺഗ്രസിന്റെ ആളാണ് ഇത്രയും കാലം ആഭ്യന്തരമന്ത്രിയാവുക. UDF നിങ്ങൾ ശീലല്ലേ? അങ്ങനെയാണ്. കോൺഗ്രസ് ആണല്ലോ ആഭ്യന്തരമന്ത്രിയാവുക. ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടി പോലും UDF പാർട്ടിയല്ലോ, രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ പാർട്ടി അല്ലേ? അവരേതെങ്കിലും മുന്നണിയുടെ ഭാഗമാണോ? അല്ലല്ലോ. UDFന്റെ ഭാഗമല്ലേ? UDFന്റെ ഭാഗമല്ല, മെമ്പറൊന്നുമല്ല, പൂർണ്ണമായി UDFന്റെ ഭാഗം. അവർ പിന്തുണയ്ക്കായിരിക്കും. ചോദ്യം അല്ലല്ല, ഈ മാതൃഭൂമിയെല്ലാം ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അവതരിപ്പിക്കുന്നതിന് എന്ത് കാര്യമാണ്? പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണെന്നല്ല അവതരിപ്പിച്ചത്. എന്റെ ചോദ്യം ഇതാണ്, UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയാ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവുക? അതിന് വല്ല സാധ്യതയുണ്ടോ? അത് നടക്കാത്ത കാര്യമാണല്ലോ. ഞാനതാ പറഞ്ഞത്, ഇല്ലാത്ത കാര്യം മാനസികമായി കണക്കാക്കിയിട്ട് ഞാനല്ല ചോദ്യം ചോദിച്ചാൽ ഞാനതല്ലേ പറയുന്നത്. ആര് പറഞ്ഞാലും ഞാനതല്ലേ നിങ്ങളോട് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, സാങ്കല്പിക ചോദ്യം ചോദിക്കുക, എന്നിട്ട് സാങ്കല്പികമായ ഉത്തരം എന്നെ കൊണ്ട് പറയിപ്പിക്കുക. അത് ഞാനില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ചോദ്യം ചോദിക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ അത് തെറ്റാണല്ലോ. സാങ്കല്പികമായി അങ്ങനെ ഒരു കാര്യം പറയുന്നത് തെറ്റാണോ? ഞാൻ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. AK ബാലൻ പറഞ്ഞത് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സാങ്കല്പികമല്ല, AK ബാലൻ പറഞ്ഞതാണ്. ആര് പറഞ്ഞാലും അത് റിയാലിറ്റിയാണ്. ആര് പറഞ്ഞാലും ഞാൻ ആ സാങ്കല്പിക ഉത്തരവില്ല. അപ്പൊ അന്ന് ആ പരാമർശത്തോട് യോജിക്കുന്നില്ല, ഏറ്റവും കുറഞ്ഞത് അത് പറയാലോ. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകുമെന്ന പരാമർശത്തോട് യോജിപ്പില്ല. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അർത്ഥം. ആ ചോദ്യവും ആ ഉത്തരവും ഞാൻ അംഗീകരിക്കുന്നില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തുന്ന വെല്ലുവിളി LDF എങ്ങനെ കാണും? അത്ര വലിയ ഗൗരവത്തിലുള്ള വെല്ലുവിളിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല BJP-നെ. അല്ല, പണ്ടൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരമായി BJP-യെ നേരിടുന്നതിൽ, RSSന്റെ വർഗീയതയെ നേരിടുന്നതിൽ ആരാണ് മുമ്പിൽ എന്നുള്ള നിലയിലൊക്കെ ആയിരുന്നു ചർച്ചയൊക്കെ. ഞങ്ങൾ തന്നെയാണ്. ഇവിടെ കോൺഗ്രസ്സുകാരും BJP-കാരും തമ്മിലല്ലേ പരസ്പരം വോട്ട് മാറിയത്? ഈ തിരുവനന്തപുരത്ത് BJP ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് 41 UDF മത്സരിച്ച കൗൺസിലുകളിൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഡിവിഷനുകളിൽ 1000-ൽ കുറവ് വോട്ട് മാത്രമേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ. വോട്ട് കൈമാറ്റം ചെയ്തതാണ് 41 ഡിവിഷനിൽ. BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ നേട്ടം LDF-നാണ്. അല്ല, BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ BJP-ക്ക്. അതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നണിയായിട്ട് മാറിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് 40% വോട്ട് ഇപ്പം നിലവിലുണ്ടല്ലോ. ഒരു 2-3-4% വോട്ട് കൂടി 40% വോട്ട് കൊണ്ട് ജയിക്കില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് 2-3-4% വോട്ട് മാത്രമേ നമുക്ക് വേണ്ടൂ അധികം, അല്ലേ? വളരെ ലളിതമായ ചോദ്യം. ഒരു 2-3% വോട്ടല്ലേ നമുക്ക് കേരളത്തിൽ? 2-3 4-5% കിട്ടും. അതുകൊണ്ടല്ലേ 110 4-5% വോട്ട് എവിടെ നിന്ന് വരാനാണ്? അത് ഞങ്ങൾ ഉണ്ടാകും. വോട്ട് ഞങ്ങൾ പോയത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ വോട്ട് ശേഖരിക്കാൻ. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അകന്നു പോകുന്നു, CPM അതിനെ കെയർ ചെയ്യുന്നില്ല. ഞങ്ങളങ്ങനെ ആ ഇക്വേഷനിൽ ഞങ്ങളില്ല. മുസ്ലിം വോട്ട് മുഴുവൻ പോയി, ക്രിസ്ത്യൻ വോട്ട് മുഴുവൻ പോയി എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ തെറ്റായതാണ്. പോയില്ല. കേരള നല്ലപോലെ 80% മുസ്ലിങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ജയിച്ചിട്ടുണ്ട്? എത്ര പഞ്ചായത്ത് ജയിച്ചിട്ടുണ്ട്? കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിടാൻ സാധ്യതയുണ്ടോ? കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിടാൻ സാധ്യതയില്ല. കേരള കോൺഗ്രസിന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ആലോചന നടത്താം. അവർക്ക് നടത്താം, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? കേരള കോൺഗ്രസ് പോയാൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളല്ലേ പറയുന്നത് ആലോചന നടത്താം, നടത്തിക്കോ. അല്ല, അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വെറുതെ വേണ്ടാതെ കുറേ കാര്യം ഇങ്ങനെ ഭാവിയിൽ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യമുണ്ടല്ലോ, ഇതാ നിങ്ങളിൽ തെറ്റായൊരു നിലപാടാണ്. നടക്കാൻ പോകുന്ന കാര്യം വെച്ചുകൊണ്ട് ഇപ്പോഴേ ചോദിക്കുകയാണ്. എന്തിനു ചോദിക്കുന്നത്? ആവശ്യമില്ലാതെ ചോദിക്കുന്ന കാര്യം അല്ല, നമുക്ക് അറിയാലോ. നിങ്ങൾ അറിയണ്ട, അങ്ങനെ അറിയണ്ട. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ JB കോശി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സംവരണ വിഷയത്തിൽ, അതെ, ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സഭകൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള നിയമ പോരാട്ടം നടത്തുന്നു. ഇതൊരു
ഇതിപ്പോ ഈ 14 മണിക്കൂറിലാണല്ലോ എന്ന് പറഞ്ഞാൽ അവസാന സമയത്താണല്ലോ. ആയിക്കോട്ടെ, അത് നടത്തുമല്ലോ. അതെ, അതിപ്പോ ക്രിസ്ത്യൻ വോട്ട് പോയി എന്നുള്ള ധാരണയിലായിരിക്കുമല്ലോ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നേരത്തെ നടത്തിക്കൂടെ? ഞങ്ങൾ ക്രിസ്ത്യൻ വോട്ടോ മുസ്ലിം വോട്ടോ പോയിട്ടില്ല എന്നല്ലേ ഉറപ്പിച്ച് പറഞ്ഞു. നിങ്ങൾ JB കോശി റിപ്പോർട്ടും സംവരണ പ്രശ്നമൊക്കെ നേരത്തെ ചോദിക്കും. ഞങ്ങൾ ഈ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ പാർട്ടിയാണ് അന്നും ഇന്നും നാളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ശബരിമല വിഷയം പക്ഷേ തിരിച്ചടിയാവൂ? ഒരു തിരിച്ചടിയാവില്ല. ഇതുവരെ തിരിച്ചടിയായി അല്ല, ഇതുവരെയും പത്മകുമാറിനെ പുറത്താക്കിയിട്ടില്ല. അല്ല, അത് ഞങ്ങൾ അത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങൾ ജാമ്യം പോലും കിട്ടിയിട്ടില്ല. ഇത്രയും കാലം ജാമ്യം പോലും കിട്ടാതെ പുറത്താക്കുന്നില്ലല്ലോ. തന്ത്രിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. വരട്ടെ, കൃത്യമായിട്ട് നിലപാടാണ്. ഞങ്ങൾ അന്നും ഇന്നും ഒരേ നിലപാടാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മാറ്റി പറയേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. കുറ്റപത്രം വരാൻ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റി വ്യക്തത വേണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SIT പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും SIT വേണമെന്ന് പറയുകയും ചെയ്ത ആദ്യത്തെ പാർട്ടി CPM ആണ്. SIT അംഗീകരിക്കുന്നെങ്കിൽ SITയുടെ ഫൈൻഡിങ്സും അംഗീകരിക്കണ്ടേ? ഫൈൻഡിങ്സ് വന്നാൽ അപ്പോ നിലപാട് സ്വീകരിക്കും. SITയുടെ ഫൈൻഡിങ്സ് പത്മകുമാറിനെതിരായതുകൊണ്ടാണല്ലോ പത്മകുമാർ ജയിലിൽ കിടക്കുന്നത്. അതേന്ന് അത് ഫൈൻഡിങ്സ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾ പത്രത്തിൽ പറയുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഇപ്പോഴും ഒരു അവസാന പ്രതീക്ഷ ഉണ്ടാവുമോ? അതായത് പത്മകുമാർ എങ്ങാനും ഇനി നിരപരാധിയാണെങ്കിലോ എന്നൊരു ചിന്തയുണ്ടാവും. രണ്ട് കാര്യമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എന്തായിരുന്നു പത്മകുമാർ അതിൽ ചെയ്തിട്ടുള്ളത്? രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, കൊള്ള നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, അത് നടക്കുന്ന സന്ദർഭത്തിൽ പ്രസിഡൻ്റായിട്ടുണ്ട്. ഗൗരവമില്ലായ്മയാണോ ഉൾപ്പെടെയുള്ള പ്രശ്നമുണ്ട്. ഇത് രണ്ടും എന്താണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം വരുമല്ലോ. നമ്മളെന്തിനാണ് ധൃതിപ്പെടുന്നത്? അദ്ദേഹത്തിനെ ഇപ്പം ഞങ്ങൾ പാർട്ടിയിലായി സംഘടനാ പ്രവർത്തനത്തൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. അയാൾ ജയിലിലല്ലേ ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടപടിയാണ്, സംഘടനാപരമായ നടപടി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഉറച്ച നിലപാടാണ് അന്നും ഇന്നും. ആരെ അറസ്റ്റ് ചെയ്താലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഞങ്ങൾ ആദ്യമേ പറഞ്ഞ 3 കാര്യമാണ്. ഒന്ന്, ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ശബരിമല അയ്യപ്പൻ്റെ. 2, ആരാണോ ഉത്തരവാദി അവരുടെ പേരിൽ ആവശ്യമായ ശിക്ഷാ നടപടികൾക്ക് വിധേയപ്പെടുത്തുന്ന നില സ്വീകരിക്കണം, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. 3, ആരാണോ അവരാരെയും സംരക്ഷിക്കുന്ന നിലപാട് CPIM സ്വീകരിക്കില്ല. ഈ 3 കാര്യം ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ നിരന്തരം ആരെയും സംരക്ഷിക്കുന്ന നിലപാട്. ഞങ്ങൾക്ക് ഇയാളുമായിട്ട് ബന്ധമൊന്നുമില്ല, പുറത്താക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോരെ? അല്ല, അത് സംഘടനാപരമായ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഞങ്ങൾ സംഘടനാപരമായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ രീതിയിലുള്ള കൃത്യത വേണം. കൃത്യമാണോ അപ്പോൾ നടപടി സ്വീകരിക്കും. കൃത്യത എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറഞ്ഞാൽ എന്താണ് കുറ്റം? വരട്ടെ, കുറ്റപത്രം വരട്ടെ എന്നാണ്. വരട്ടെ, അതായത് SIT ചാർജ് ഷീറ്റ് കൊടുത്താൽ നടപടി എടുക്കും. ചാർജ് ഷീറ്റ് കിട്ടി, ഞങ്ങളത് മനസ്സിലാക്കിയാൽ അപ്പോൾ ആളുകൾ. ഇപ്പോൾ കേരളത്തിൽ വളരെ സമാധാനപരമായ, വളരെ രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ ഉപയുക്തമാകുന്ന വിധത്തിൽ വർഗീയമായ വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തി ജനാധിപത്യത്തിൻ്റെ മെറിറ്റിലൊരു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുമോ? വർഗീയതക്കെതിരായിട്ടില്ലാതെ പിന്നെ എന്ത് മതനിരപേക്ഷ ഉള്ളടക്കം ഉണ്ടാകുക? ഇന്ത്യ മുഴുവൻ വർഗീയവൽക്കരിക്കാൻ പോവുകയാണ്. ആ വർഗീയവൽക്കരിക്കുന്ന കൂട്ടുനിൽക്കുന്നതാണ് കോൺഗ്രസിൻ്റെ സമീപനം. ഇപ്പോൾ തുക്കുമങ്കേരിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഘർഷത്തിൽ കോൺഗ്രസിൻ്റെ നേതാവ് ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ചില്ലേ? അതല്ലേ കോൺഗ്രസിൻ്റെ സ്ഥിതി? ഈ കോൺഗ്രസ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട BJPക്ക് അനുകൂലമായി നിൽക്കുന്ന എത്രയാളുണ്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ? നിങ്ങൾ ഈ ഓരോരോ പാവം ചില ആളുകളുടെ പേരും പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. RSSൻ്റെ BJPയുടെ പ്രധാനമന്ത്രിയെ ന്യായീകരിക്കുന്ന എത്ര കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ കോൺഗ്രസിലുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ. ദിഗ്വിജയ് സിംഗ് മാത്രമല്ല, ഇവിടെയുള്ള കേരളത്തിലെ ശശി തരൂർ ഉൾപ്പെടെയുള്ള എത്രയാളുണ്ട്? നിങ്ങൾക്ക് എന്താ ഒരു ബേജാറില്ലാത്തത്? ഇപ്പോൾ അവിടെ കലാപത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അതിൽ പിന്തുണ പ്രഖ്യാപിച്ച അന്നത്തെ അതന്ന് തുടങ്ങി വെച്ചതാണല്ലോ പഴയ കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്ത്. അതിൻ്റെ പൂർത്തീകരണത്തിലാണല്ലോ ഇപ്പം പോകുന്നത്. അതിന് പൂർണ്ണമായി പിന്തുണയില്ലേ കൊടുത്തത്? അപ്പോൾ വർഗീയതക്കെതിരെയുള്ള പോരാട്ടം കൂടി മുൻനിർത്തിയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ പോരാട്ടമില്ലാതെ കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയവും ഇല്ല. ശരി, ഓക്കെ മാഷേ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്.